ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധ്യവർത്തിയാക്കുന്നത് അവിടുത്തെ ആരാധിക്കലല്ല, അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. ആളുകൾക്കിടയിൽ തന്നെ അദ്ദേഹം വഹാബിയായി പോയോ? അതിൽ ഇബ്നു തൈമിയ്യയുടെ ഒരു പ്രചാരകനായി മാറിയോ? അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമാണ്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയണ്ട, ഷെയ്ഖും ഫിൽ ഇസ്ലാം എന്നൊക്കെ പറയാം എന്ന് പറഞ്ഞ് ഇബ്നു തൈമിയ്യ പുകഴ്ത്തുന്നത് കാണാം. ഇടയ്ക്ക് പക്ക തൗഹീദ് പറയും. സഹാബികളിൽ നിന്നോ അല്ലെങ്കിൽ താബിയങ്ങളിൽ നിന്നോ താബിയങ്ങളിൽ നിന്ന് ഇങ്ങനെ രീതി ഉണ്ടെങ്കിൽ നമ്മൾ കാണണമായിരുന്നു. എവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് കാണുന്നില്ല. അതിനർത്ഥം എന്താ? ഇവർക്കൊന്നും പരിചയമില്ലാത്ത പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം പറയുന്ന ആ വാദ മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ഒരു രീതിയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനൊരു സംഭവം ഇസ്ലാമിൽ പരിചയമേ ഇല്ല. ഖുർആൻ ഇപ്പോൾ ഏതൊരാൾക്കും പരിശോധിക്കാനോ, ഖുർആൻ തുറന്നു വെച്ച് ഖുർആൻ്റെ മുഴുവൻ പ്രാർത്ഥന എടുത്തു നോക്കുക. ഏതെങ്കിലും ഒരു പ്രാർത്ഥനയുടെ ഒരു വക്കത്തെങ്കിലും ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ പേര് പറഞ്ഞ് ആ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം പോലും ഖുർആൻ്റെ പ്രാർത്ഥനകളിൽ ഒന്നുപോലും ഇല്ല. ഇനി ഹദീസിൽ വന്ന പ്രാർത്ഥനയൊക്കെ നിസ്കാരത്തിൽ എന്തെല്ലാം പ്രാർത്ഥന നിർവഹിക്കും? ഈ കേൾക്കുന്ന സാധാരണക്കാർക്ക് ചിന്തിക്കാറോ, അല്ലെങ്കിൽ പേരോടിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചിന്തിക്കാറോ, അവർ നിസ്കാരത്തിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ, അവർ ഖുർആനിൽ കണ്ട പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ പ്രവാചകൻ്റെ ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ എല്ലാം അള്ളാഹുവിനോട് മാത്രമായിരിക്കെ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മധ്യവർത്തിയാക്കുന്നത് അവിടുത്തെ ആരാധിക്കലല്ല, അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. അവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. ആ ഖുർആനും സുന്നത്തും ഒരു സഹാബിയെയും ഇകഴ്ത്താൻ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് വഫാത്തിന് ശേഷവും മുമ്പും മഹാന്മാരുടെ സഹായം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഖുർആൻ അംഗീകരിക്കാത്തവർ, ഹദീസ് അംഗീകരിക്കാത്തവർ, അവർ സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിക്കുന്നു. അവർ സുന്നത്ത് ജമാഅത്ത് പഠിക്കണം. സമസ്തയുടെ ഒരു പ്രധാന വിഷയമാണ് വിശ്വാസമാണ്. മരിച്ചു കഴിഞ്ഞാൽ കഴിവുകൂടും, ഔലിയാക്കന്മാർക്ക് കഴിവുകൂടും. അപ്പോൾ അവരോട് എന്തും ചോദിക്കാം, അവരോട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അവരോട് സഹായം തേടാം, മധ്യവർത്തിയായി സ്വീകരിക്കാം എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ വിശ്വാസങ്ങൾ അവർക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഖബറാളികളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു, നബിയോട് പ്രാർത്ഥിക്കുന്നു, നബിയോട് ഇടസഹായം തേടുന്നു, മധ്യവർത്തിയായി സ്വീകരിക്കുന്നു. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ സംസ്ഥയിലെ ഈ പേരോട് ഉസ്താദ് തന്നെ പലപ്പോഴും അവരുടെ 100 വർഷങ്ങൾ തികയുന്നതിനിടയിൽ പലപ്പോഴും മാറ്റി മാറ്റി പറയുന്നുണ്ട്. ഈ തവസ്സുലുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ 100ാം വാർഷികം ആഘോഷിക്കുന്നതിനിടയിലുള്ള യാത്രയിൽ ആളുകളെ തൃപ്തിപ്പെടുത്താൻ അങ്ങനെ ഒന്നില്ല. എന്നാൽ ഖുർആൻ കൊണ്ട് തെളിയിച്ചതാണ് ഈ തവസ്സുലും അതുമായി ബന്ധപ്പെട്ട നബിയോടുള്ള സഹായ തേട്ടവുമെല്ലാം ഖുർആൻ പഠിപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഖുർആനിൽ തെളിവുണ്ട് എന്നും പറയുന്നുണ്ട്. എന്താണ് മുഷ്താഖ് ഉസ്താദിനോട് ചോദിക്കാനുള്ളത്? അദ്ദേഹം ഖുർആനിൽ തെളിവുണ്ട് എന്ന് പറയുന്നു. അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? പേരോടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ വെച്ചാൽ അദ്ദേഹത്തെ പറഞ്ഞ കാര്യമില്ല. അദ്ദേഹം പറ്റ കൂടി ശിർക്കും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ വിടൂല. പിന്നെ അദ്ദേഹത്തിന് മറുപടിയായി പ്രസംഗമായി. അപ്പോൾ അദ്ദേഹം ഒരു പ്രതിസന്ധിയിലാവും. പിന്നെ അദ്ദേഹം യൂട്ടൺ അടിച്ച് അദ്ദേഹം നന്നാവാൻ നോക്കിക്കഴിഞ്ഞാലോ നൗഷാദ് ഹുസൈനും റഹ്മത്തുള്ളാഹി ഖാസിയും അദ്ദേഹത്തെ വിടില്ല. അതിൻ്റെ മധ്യത്തിലാണ് അദ്ദേഹം ഉള്ളത്. ഇപ്പോൾ കൂടാനും പറ്റില്ല, കുറയാനും പറ്റില്ല. ഇതൊരു പ്രതിസന്ധി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആളുകൾക്കിടയിൽ തന്നെ അദ്ദേഹം വഹാബിയായി പോയോ? അതിൽ ഇബ്നു തൈമിയ്യയുടെ ഒരു പ്രചാരകനായി മാറിയോ? അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമാണ്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറയണ്ട, ഷെയ്ഖും ഫിൽ ഇസ്ലാം എന്നൊക്കെ പറയാം എന്ന് പറഞ്ഞ് ഇബ്നു തൈമിയ്യ പുകഴ്ത്തുന്നത് കാണാം. ഇടയ്ക്ക് പക്ക തൗഹീദ് പറയും. അവരുടെ സബബ് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ കാരണമായിക്കൊണ്ടാണ് കാര്യങ്ങൾ അള്ളാഹു നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് അത് മെല്ലെ മെല്ലെ ഇങ്ങനെ ബാക്കടിച്ച് ഇങ്ങനെ പോരാൻ നോക്കും. അപ്പോൾ നൗഷാദ് ഹുസൈൻ ഇദ്ദേഹത്തെ ഒന്ന് അടിച്ചിരുത്തും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല സംശയം വന്നു ആളുകൾക്കിടയിൽ. ഇദ്ദേഹം വഹാബിയാണോ എന്ന് പ്രശ്നം വന്നു. അപ്പോൾ അതിങ്ങനെ തെളിയിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ ഓരോ ഖുറാഫാത്തുകൾ പറയും. ആ പഴയ വാദങ്ങൾ ഒന്നിങ്ങനെ പൊടി തട്ടി പറയാൻ ശ്രമിക്കും. അത് ബോധ്യപ്പെടുത്തുന്ന ആളുകളെ, അണികളെ ബോധ്യപ്പെടുത്തണം. ഞാൻ വഹാബി ആയിട്ടില്ല, ഞാൻ സുന്നി തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ സമസ്ത തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ പരിശ്രമമാണ് ഇത്. ഏതായിരുന്നാലും ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ പല സന്ദർഭത്തിൽ ചർച്ച ചെയ്തൊരു കാര്യമാണ്. നമുക്കറിയാം, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഖുർആനും സുന്നത്തൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മധ്യവർത്തിയാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും ഖുർആനിലോ പ്രവാചകൻ്റെ ഹദീസുകളോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച, പ്രവാചകൻ്റെ കാലത്തിന് ശേഷം ജീവിച്ച സ്വഹാബത്തോ താബിയകളോ തബൂ താബികളോ പ്രവാചകൻ്റെ ഖബറിൽ വന്നിട്ട് പ്രവാചകനെ മധ്യവർത്തിയാക്കിയോ പ്രവാചകനോട് നേരിട്ടോ അവിടുത്തെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് തേടിയൊരു സംഭവം പോലും ചരിത്രത്തിൽ ഉണ്ടായിട്ടേയില്ല. നിങ്ങൾ നോക്കൂ, ആയിഷ ബി റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ വഫാത്തിന് ശേഷം ഏകദേശം 40ഓളം വർഷക്കാലം ഒരു വിരിയുടെ അപ്പുറത്ത് ജീവിച്ചു. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. സ്വഹാബത്തിൻ്റെ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ വരെ ഉണ്ടായി. പല പ്രശ്നങ്ങൾ, പല സംശയങ്ങൾ എല്ലാം ഉണ്ടായി. പക്ഷേ പ്രവാചകൻ്റെ ആയിഷബിയോട് വന്ന് ചോദിക്കേണ്ട ആളുകൾ, പക്ഷേ പ്രവാചകൻ്റെ വിരി മാറ്റി അപ്പുറം പോയി ആളുകൾ സംശയം ചോദിച്ചിട്ടില്ല, ഒരു മസല പോലും ചോദിച്ചിട്ടില്ല. പ്രശ്നങ്ങളുണ്ടായി. അവിടെ വെള്ളം കിട്ടാത്ത അവസ്ഥകൾ വന്നു ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത്. ആ സമയത്ത് പോലും അബ്ബാസ് റളിയല്ലാഹുവിനെ ഇമാമാക്കി നിർത്തി നിസ്കരിച്ച് പിന്നിൽ നിസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നബിയോട് വന്നിട്ട് അവിടുത്തെ മധ്യവർത്തിയാക്കി അവർ ചേടിയ സംഭവങ്ങൾ എവിടെയും സ്വഹിയായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഖുർആൻ്റെ പ്രാർത്ഥന മൊത്തം പരിശോധിച്ച് നോക്കൂ. അല്ലാഹുമ്മ റബ്ബി റബ്ബന, അങ്ങനെ പ്രാർത്ഥനകളൊക്കെ കാണുള്ളൂ.
അല്ലാതെ എവിടെയെങ്കിലും യാ നബി അല്ലാ എന്നുള്ളൊരു പ്രാർത്ഥന കാണുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച പ്രാർത്ഥനയിലൊക്കെ ഇബ്രാഹിം നബിയെ മധ്യവർത്തിയാക്കി പ്രാർത്ഥിച്ചിട്ടില്ല, ഇസ്മായിൽ നബിയെ മധ്യവർത്തിയാക്കി പ്രാർത്ഥിച്ചിട്ടില്ല. ലോകത്ത് കഴിഞ്ഞുപോയ ഒരു പ്രവാചകനെയും അവിടുത്തെ ഹക്ക് ജാ ബറക്കത്ത് നിങ്ങൾ തേടിക്കോളൂട്ടോ, ഞാൻ തേടുന്നു, മാതൃക കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നബിയും കാണിച്ചിട്ടില്ല, കഴിഞ്ഞുപോയ സ്വഹാബത്തും ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഇസ്ലാമിൽ പരിചയമേ ഇല്ല. ഖുർആൻ ഇപ്പോൾ ഏതൊരാൾക്കും പരിശോധിക്കാനാണ്. ഖുർആൻ തുറന്നു വെച്ച് ഖുർആൻ്റെ മുഴുവൻ പ്രാർത്ഥന എടുത്തുക. ഏതെങ്കിലും ഒരു പ്രാർത്ഥനയുടെ ഒരു വക്കത്തെങ്കിലും ഏതെങ്കിലും ഒരു പ്രവാചകൻ്റെ പേര് പറഞ്ഞ് ആ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന ഒരു സന്ദർഭം പോലും ഖുർആൻ്റെ പ്രാർത്ഥനകളിൽ ഒന്നുപോലും ഇല്ല. ഇനി ഹദീസിൽ വന്ന പ്രാർത്ഥനയൊക്കെ നിസ്കാരത്തിൽ എന്തെല്ലാം പ്രാർത്ഥന നിർവഹിക്കും, ഈ കേൾക്കുന്ന സാധാരണക്കാർക്ക് ചിന്തിക്കാറോ അല്ലെങ്കിൽ പേരോടനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ചിന്തിക്കാറോ അവർ നിസ്കാരത്തിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ, അവർ ഖുർആനിൽ കണ്ട പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ പ്രവാചകൻ്റെ ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ എല്ലാം അള്ളാഹുവിനോട് മാത്രമായിരിക്കെ എന്നാലും പറയും, പ്രധാനമായ ആശയം പറയും നബിയോട് സഹായം തേടാം, അവർ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കും എന്ന് പറയുന്ന ആശയം ഇവർ ഇത്രയും കാലം ഖുർആനിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നത് അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങൾ വായിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ വരുന്നൊരു കാര്യമാണല്ലോ. പിന്നെ അദ്ദേഹം പറയുന്നത് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം ചെയ്യുന്നൊരു കാലത്ത് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നോ അതേ വിശ്വാസം വേറൊരു ഭാഷയിൽ അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. കാരണം മക്കയിലെ മുശ്രിക്കിൻ്റെ വിശ്വാസം എന്താ? അള്ളാഹു ആണ് സൃഷ്ടിച്ചത്, അള്ളാഹുവിനെ അവർ ആരാധിക്കുന്നു, അള്ളാഹുവിനെ അവർ വിശ്വസിക്കുന്നു, അള്ളാഹു ആണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ വിശ്വാസമുണ്ട്. കാരണം ഖുർആൻ സൂറത്തു സുഹ്റുഫിൽ പറയുന്നു, വലയിൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്ന അല്ലാഹ്, അവരെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ് എന്നവർ പറയും. കാരണം അവർക്കറിയാം അള്ളാഹു ആണ് ലോകം മുഴുവൻ സൃഷ്ടിച്ചത് എന്ന് മക്കയിലെ അബൂജഹലിനും ഉത്തുബത്തിനും ശൈബത്തിനൊക്കെ അറിയാം. അതേപോലെ തന്നെ കുൽമൈ യർസുഖുക്കും മിനസ് സമാഇ വൽ അർളി അമ്മ യംലിക്കു സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ്. ആരാണ് ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, നിങ്ങളുടെ കാഴ്ചകളെ നിങ്ങളുടെ കേൾവികളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മരണപ്പെട്ട ഒരാളിൽ നിന്നും ജീവനെ കൊണ്ടുവരുന്നതിൽ നിന്നും ജീവനിൽ നിന്നും മരണപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ മയ്യത്തിനെ കൊണ്ടുവരുന്നതും ആരാണ് എന്ന് ചോദിച്ചാൽ, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആരാണ് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് എന്ന് മക്കയിലെ മുശ്രിക്ക് പറയും. ഇന്നിപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, സമസ്തയിലെ വളരെ കാര്യപ്പെട്ട ഏതെങ്കിലും ഇത്തരം ഇത് ബാധിച്ച ഒരാൾ ചോദിക്കുക, അവർ പറയും CM പോലാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്. എന്നാൽ മക്കയിലെ മുശ്രിക്ക് പറയും അള്ളാഹുവാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ മക്കയിലെ ആ മുശ്രിക്ക് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദിച്ചാൽ അള്ളാഹുവാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. പക്ഷേ അവർ മറ്റുള്ള ആളുകളോട് ഇടയാളനാക്കി പ്രാർത്ഥിക്കും, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് പ്രാർത്ഥിക്കും. ഇതന്നെയാണ് മക്കയിലുണ്ടായിരുന്ന ആളുകളുടെ വിശ്വാസം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിൽ തിരിമറി നടത്തുക എന്താ വെച്ചാൽ അവരാരാധിച്ചിരുന്ന അള്ള വേറെയാണ്, നമ്മൾ ആരാധിച്ചിരുന്ന അള്ള വേറെയാണ്. ഖുർആനിൽ പറയാ ഓല അള്ളാ എന്ന് പറയാം. ഇവർ പറയാണ് ആ അള്ള വേറെ അല്ല, നമ്മൾ മുഹമ്മദ് നബി ആരാധിച്ച അള്ള വേറെ അള്ളയാണ്. സോ ഖുർആൻ്റെ ആയത്തുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും. സൂറത്തുൽ അങ്കബൂത്തിൽ ഫൈദാ റക്കിബു ഫിൽ ഫുൽക്കി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് മാത്രമേ അവരാരാധിക്കാറുള്ളൂ. ഫലമ്മാ നജ്ജാഹും മിനൽ ബദ്ദി, അള്ളാഹു അവരെ, ആ ഫലമ്മാ നജ്ജാഹു എന്ന് വായിച്ചാൽ അറിയാലോ, അള്ളാഹു അവരെന്ത് ചെയ്യുക ആ ബറിലേക്ക് രക്ഷിച്ചാൽ, അപ്പോൾ ഏതല്ലാണ്? അപ്പോൾ അവർ ആരാധിച്ചിരുന്ന അതേ അള്ള തന്നെ അവരെ കരയിലേക്ക് രക്ഷിക്കുന്നു, എന്നിട്ട് അവർ ആ അള്ളാഹുവിനെ ശിർക്ക് ചെയ്യുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരേ അള്ളാഹുവിനെ തന്നെ അവർ വിശ്വസിക്കുന്ന അതേ അള്ളാഹിനെ തന്നെയാണ് പ്രവാചകൻ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ആ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം ആ അള്ളാഹുലേക്ക് എത്താൻ ഞങ്ങൾക്ക് മധ്യവർത്തികൾ വേണം, ഇടയാളന്മാർ വേണം എന്ന് വിശ്വസിക്കുന്നവരാണ്. കാരണം ഖുർആൻ അത് പറയുന്നുണ്ട്, വയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, അങ്ങനെ അള്ളാഹു അല്ലാത്ത ശുപാർശ ചെയ്യാനുള്ള ഞങ്ങളുടെ ശുപാർശക്കാരാണ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശുപാർശക്കാരാണ് ഞങ്ങൾ ഈ ആരാധിക്കുന്ന ലാത്തയും ഉസ്സയും മനാത്തയും ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അടക്കമുള്ള ഞങ്ങളുടെ അമ്പിയാക്കൾ കഴിഞ്ഞുപോയ മഹാന്മാരൊക്കെ ഞങ്ങളുടെ മധ്യവർത്തികളാണ്, അല്ല ഞങ്ങൾ അവരെ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കലല്ല എന്ന് ഖുർആൻ അവരുടെ വിശ്വാസം എടുത്തു പറയാണ്. അതേപോലെ തന്നെ വേറൊരു ആയത്തിൽ കാണാം, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹുലേക്ക് അടുക്കാനാണ് ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്, അല്ലാതെ അവരെ നേരിട്ട് ആരാധിക്കുക. അള്ളാഹിലേക്ക് അടുക്കുക എന്നുള്ള ലക്ഷ്യം അള്ളാഹുവാണ്, അതിലേക്കുള്ള മധ്യവർത്തികളാണ് ഇതൊക്കെ, ഈ കാണുന്ന ഇലാഹുകളൊക്കെ അതിലേക്കുള്ള മധ്യവർത്തിയാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ ഞങ്ങൾ ഇവരൊക്കെ ആരാധിക്കുന്നു, ഇവരെ തൃപ്തിപ്പെടുത്തുന്നു, ഇവരിലൂടെ ഞങ്ങൾ അവരിലേക്ക് എത്താൻ ശ്രമിക്കുന്നു. ഇനി മറ്റൊരു വാദം സമസ്തക്കാർ പറയുന്നത് എന്താ വെച്ചാൽ ഇത് കൊടുത്ത കഴിവാണ്, അപ്പോൾ കൊടുത്ത കഴിവിൽ നിന്ന് തേടിയാൽ ശിർക്കല്ല. ഇത് സമസ്തക്കാർ പലകുറി പറയാവുന്ന ഒരു വാദമാണ്. അപ്പോൾ ഈ അവരുടെ തൽബിയത്ത്, മക്കയിലെ മുശ്രിക്കിന് വിശ്വാസം ഉണ്ടോ നോക്കാം. അവരുടെ തൽബിയത്ത് പരിശോധിച്ചാൽ കാണാം, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞ ഇല്ലാ ശരീകൻ ഹുവ ലക്, അള്ളാഹുവെ നിൻ്റെ വിളിക്കുത്തരം നൽകിയതാ ഞങ്ങൾ വന്നിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരുമില്ല, ഇല്ലാ ശരീക്കൻ ഹുവലക്ക്, ഒരു പങ്കുകാരനൊഴികെ ആ പങ്കുകാരൻ നിനക്കുള്ളതാണ്. തംലിക്കുഹു അമാമലക്ക, നീയാണ് അവനെ ഉടമപ്പെടുത്തിയത്, അവനക്ക് സ്വന്തമായി യാതൊരു കഴിവുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കുന്ന ഇലാഹുകളൊക്കെ നീ ഉടമപ്പെടുത്തിയ നീ കൊടുത്ത കഴിവിൽ നിന്നാണ്
ഞങ്ങൾ സഹായം തേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിച്ച് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേ വിശ്വാസം വെച്ചിട്ട് ഇവരെ മധ്യവർത്തികളാക്കി അള്ളാഹുലേക്ക് അടുക്കുകയാണ്. അങ്ങനെ മധ്യവർത്തിയാക്കി നബിയെ മധ്യവർത്തിയാക്കി പോകാം എന്ന് പറയുന്നത് പ്രമാണ വിരുദ്ധമാണ് എന്ന് മാത്രമല്ല അത് മക്കയിലെ മുശ്രിക്കിൻ്റെ വിശ്വാസമാണ് എന്നെങ്കിലും ഖുർആൻ മനസ്സിലാക്കുന്ന പഠിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. ഈ ഒരു വിഷയത്തെ വളരെ വ്യക്തമായി മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന വിശ്വാസവും ഇന്നത്തെ സമസ്തയിലുണ്ടായിരുന്ന വിശ്വാസവും വെച്ച് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഒരുപക്ഷെ മക്കയിലെ മുശ്രിക്കുകൾ പ്രതിസന്ധി ഘട്ടത്തിലെങ്കിലും അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു എന്നതും, എന്നാൽ ഇവർ പ്രതിസന്ധി ഘട്ടത്തിൽ ഔലിയാക്കന്മാരെയും അമ്പിയാക്കന്മാരെയും വിളിച്ചു തേടുന്നു എന്ന വളരെ അന്ധരമായ വിശ്വാസം, അതായത് അന്ധവിശ്വാസത്തിൻ്റെ പടുകുഴിയിൽ വീണിരിക്കുന്നു എന്നത് മാത്രമാണ് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അതോടൊപ്പം ഇവിടെ സിമീർ മുണ്ടരി ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, ഇദ്ദേഹം പറഞ്ഞ ഒരു ഭാഗം തവസ്സുല് എന്ന ഭാഗമാണ്. അപ്പോൾ തവസ്സുൽ 2 വശങ്ങളുണ്ട്. ഇസ്ലാം അനുവദിച്ച തവസ്സുലുണ്ട്, ഇസ്ലാം അനുവദിക്കാത്ത തവസ്സുലുണ്ട്. അതിൽ ഇദ്ദേഹം പറഞ്ഞത് ഏതായാലും ഇസ്ലാം അനുവദിക്കാത്ത തവസ്സുലാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. ഇനി ഇസ്ലാം അനുവദിച്ച തവസ്സുൽ എന്താണ് എന്നുള്ളത് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിച്ചാലും. ഞാൻ ഒരു വാചകയുടെ ഹിക്കമി പറഞ്ഞതിൻ്റെ കൂടെ ഒന്ന് ചേർക്കാനുള്ളത്, മൂപ്പരെ ആദ്യത്തെ വാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മധ്യവർത്തിയാക്കുന്നത് അദ്ദേഹത്തെ ആരാധിക്കലല്ല എന്നുള്ളതാണോ എന്നാണ്, അല്ല അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് അതാണ്. ശരി, നമുക്കത് സമ്മതിക്കാം. എന്താണ് അതിനുള്ള തെളിവ്? എന്താണ് അങ്ങനെ പറയണമെങ്കിൽ ഇതൊരു അമല് ചെയ്യാണല്ലോ, ഒരു പ്രവൃത്തി ചെയ്യാണല്ലോ. ആ പ്രവൃത്തിക്കുള്ള തെളിവ് എന്താണ്? അങ്ങനെ ചെയ്യാനുള്ള തെളിവ് എന്താണ്? യഥാർത്ഥത്തിൽ പരിശുദ്ധ ഇസ്ലാമിൽ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും തെളിവുണ്ടാകണം. മുഷ്താഖ് അലിക്കുമോട് പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, പ്രാർത്ഥനകൾ, ഇതൊക്കെ ആരോട് മാത്രം? അള്ളാഹുവിനോട് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട കൂലി കിട്ടുന്ന ഒരു നന്മയാണ് എങ്കിൽ മുൻഗാമികളായ ആളുകൾ നമുക്കത് കാണിച്ചു തരും. സഹാബികളിൽ നിന്നോ അല്ലെങ്കിൽ താബിയങ്ങളിൽ നിന്നോ താബിയങ്ങളിൽ നിന്നോ ഇങ്ങനെ രീതി ഉണ്ടെങ്കിൽ നമ്മൾ കാണണമായിരുന്നു. എവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് കാണുന്നില്ല. അതിനർത്ഥം എന്താ? ഇവർക്കൊന്നും പരിചയമില്ലാത്ത, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം പറയുന്ന ആ വാദം മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത ഒരു രീതിയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നോട് ചോദിച്ചത് അനുവദിക്കപ്പെട്ട തവസ്സുൽ. ഇസ്ലാമിൽ തവസ്സുൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഷിർക്കായ കാര്യങ്ങളുണ്ട്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ധാരാളം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ കാണാൻ പറ്റും. അതിലൊരു 3 പോയിന്റുകൾ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കപ്പെട്ടൊരു തവസ്സുലാണ്. അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമങ്ങളുണ്ട്. ആ നാമങ്ങളിൽ ഇപ്പോൾ അള്ളാഹു ഗഫൂറാണ്. അപ്പോൾ ഗഫൂറായ റബ്ബേ, നീ എൻ്റെ പാപങ്ങൾ എന്ത് ചെയ്യണം, പൊറുക്കണം. ഖനിയായ നാഥ, അല്ലെങ്കിൽ അള്ളാഹുവേ നീ എനിക്ക് എന്തിനാ, റബ്ബ് അതിസമ്പന്നനാണ്, റബ്ബിൻ്റെ ഖജനാവ് വിശാലമാണ്. നമുക്കങ്ങനെ അള്ളാഹുവിൻ്റെ ആ പേരുകളെ മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്വന്തം അമലുകൾ, സൽക്കർമ്മങ്ങൾ, അമലുകളെ മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, തവസ്സുൽ ചെയ്യാമെന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. അവിടെ ഗുഹാവാസികളുടെ സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും നല്ലൊരു തെളിവായിട്ട് പറയാൻ പറ്റും. ഗുഹയിൽ അകപ്പെട്ടു പോയ ആളുകൾ, അവർ 3 ആളുകളും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ ചെയ്ത ഓരോ സൽക്കർമ്മങ്ങളെയാണ് എന്ത് ചെയ്തത്, അവർ മുന്നിൽ മാതാപിതാക്കൾക്ക് സേവനം ചെയ്ത് എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ചെയ്ത മറ്റുള്ള നന്മകളെ മുന്നിൽ വെച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു തെറ്റ് ചെയ്യാനുള്ള എല്ലാ വാതിലും തുറന്നു കിട്ടി, ആ തെറ്റിലേക്ക് പോകാതെ തൻ്റെ മനസ്സിൻ്റെ ഇച്ഛയെ പിടിച്ചു വെച്ച ഒരു രംഗം പറഞ്ഞിട്ടാണ് ഒരു വ്യക്തി എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, അപ്പോൾ നമുക്കതാവാം. നമ്മളെന്ത് ചെയ്യും, നമ്മൾ സ്വകാര്യമായി സ്വതക്ക ചെയ്തു, അല്ലെങ്കിൽ രാത്രി നമ്മൾ കുറേ നമസ്കരിച്ചു, അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് കുറേ ഭാഗങ്ങൾ പാരായണം, ഇതൊക്കെ നന്മയാണ്, സൽക്കർമ്മങ്ങളാണ്. ആ സൽക്കർമ്മങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അള്ളാഹുവേ ഞാൻ ആ നന്മ ചെയ്ത് നിൻ്റെ വജുഹ് ഉദ്ദേശിച്ചാണ്, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന രീതിയിലുള്ള ആവശ്യങ്ങളുണ്ട് എന്നൊരു വിശ്വാസി പറഞ്ഞാൽ അത് അനുവദിക്കപ്പെട്ട തവസ്സുലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതേപോലെ തന്നെ 3ാമത്തെ ഒരു വിഷയമാണ് പിന്നെ ജീവിച്ചിരിക്കുന്ന, ഇപ്പോൾ നമ്മുടെ കണ്ണിൽ സ്വാലിഹ്യങ്ങളാണ്, നല്ലവരാണ് നമുക്ക് തോന്നുന്ന കുറേ മനുഷ്യന്മാരുണ്ടാകും. നമുക്ക് പ്രത്യക്ഷത്തിലെ വിധി പറയാൻ പറ്റുള്ളൂ, രഹസ്യമായത് അള്ളാഹുവിനാണ് അറിയുക. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാം, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ജീവിച്ചിരിക്കുന്ന ആൾക്കാരോടാണ് എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. സാധാരണ ഈ വിഷയത്തിൽ വലു അന്നഹും ഇല്ലലമു അംഫുസഹും എന്ന് പറയുന്ന ആയത്ത് ഓതിയിട്ട് സമസ്തക്കാർ ദുർവ്യാഖ്യാനിക്കാറുള്ള എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമ്മൾ എന്ത് ചെയ്യുക, പാപമോചനം തേടണം. നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വന്നൊരു ഹുക്കുമാണത്. ആ ഹുക്കും എടുത്തിട്ട് മരിച്ചതിന് ശേഷം തെളിവാക്കുന്ന ആൾക്കാരുണ്ട്, അത് ഇസ്ലാമിൽ അന്യമാണ്. എന്നാൽ ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യനോട്, നല്ല മനുഷ്യനോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കും. ഇതൊക്കെ ഇസ്ലാം അനുവദിച്ച തവസ്സുലുകളിൽപ്പെട്ട അതിനുള്ള ഉദാഹരണം
ഉദാഹരണങ്ങളാണ്. ഇസ്ലാം നിഷിദ്ധമാക്കിയ, പാടില്ല എന്ന് പഠിപ്പിച്ച, ഒരുപക്ഷെ നമ്മളെ നരകത്തിലേക്ക് വരെ എത്തിക്കാവുന്ന ഷിർക്കൻ തവസ്സുലുകളുണ്ട്. അതാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായത്. അത്തരം കാര്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ എന്ത് ചെയ്യണം? അകലം പാലിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ജസാക്കുമുല്ലാഹ് ഖൈർ. ഷിയായിസവും സൂഫിസവും ഇസ്ലാമിന് അന്യമാണ് എന്നത് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രൂഫ് പോയിന്റിലൂടെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാനുള്ളത്. അഹ്ലു സുന്നയുടെ നിലപാട് എപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ദീനായി പഠിപ്പിച്ചത് അതുമാത്രമാണ് നമുക്ക് ദീന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട സ്വഹാബത്ത് ആ ഖുർആനിക വചനങ്ങളെ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അതല്ലാത്ത രൂപത്തിൽ സ്വന്തം താല്പര്യത്തിനോ താൻ നിലകൊള്ളുന്ന ആദർശത്തിനൊത്തോ ഖുർആനിൻ്റെ വചനങ്ങളെയോ ഹദീസുകളെയോ വളച്ചൊടിക്കാൻ പാടില്ല എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഇവിടെ എടുത്ത 3 വിഷയങ്ങൾ, അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു. അതിൻ്റെ പ്രമാണബദ്ധമായ മറുപടികൾ അവിടെ നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ഈ ഒരു ഇരുത്തം, ഈ ഒരു സംസാരം, അതുപോലെ ഈ ഒരു പ്രോഗ്രാം അള്ളാഹു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അള്ളാഹ് പുതിയ വിഷയങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത